ലോകത്ത് ആദ്യമായി പിറന്നു വീണ കാവ്യമാണ് രാമായണം എന്ന മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. രാമായണത്തിന്റെ പ്രസക്തി ലോകത്തിലെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. മലബാർ മേഖലയിൽ മുസ്ലിം കുടുംബങ്ങളിൽ അറബ് രാമായണവും വായിക്കാറുണ്ട്. അത്രത്തോളം പ്രസക്തി രാമായണത്തിനുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. രാമായണം വിശ്വോത്തര കാവ്യമാണ്. ലോകത്ത് ആദ്യമായി പിറന്നു വീണ ഒരു കാവ്യമാണ് രാമായണം. രാമായണത്തിൻ്റെ പ്രസക്തി ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മലയാളികൾ രാമായണത്തെ മനസ്സിൽ കൊണ്ടുനടന്നൊരു കാലമുണ്ടായിരുന്നു. അതിന് കാരണം രാമായണത്തിൻ്റെ അധ്യാത്മ രാമായണം എന്ന കാവ്യമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. അതൊരു തുള്ളൽ പാട്ട് രീതിയിലായിരുന്നു. എഴുത്തച്ഛനാണ് അത് സൃഷ്ടിച്ചത്. അധ്യാത്മ രാമായണം എന്ന് പറയുന്ന കിളിപ്പാട്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിലെല്ലാം ഉണ്ട്. കാരണം മലയാളികളുടെ മനസ്സിനകത്ത് ആദ്യമായി ഭക്തിയുടെ പാരവശ്യം കൊണ്ടുവന്നത് നമ്മുടെ കവികളാണ്. വേണമെങ്കിൽ ആ കവികളെക്കുറിച്ച് പറയാം, ഭക്ത കവികൾ എന്ന് പറയാം. ഭക്ത കവിത്രയം. അത് പൂന്താനമുണ്ട്, മേൽപ്പത്തരുണ്ട്, എഴുത്തച്ഛനുണ്ട്. എഴുത്തച്ഛൻ്റെ കാവ്യമാണ് രാമായണം. രാമായണം പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വീടുകളിൽ അമ്മമാരും സഹോദരിമാരൊക്കെ രാമായണം വായിച്ചു പോന്നിരുന്നു. ആ രാമായണത്തിന് പഴയ കാരണവന്മാർ വലിയ പ്രസക്തി കൊടുത്തത് കർക്കിടക മാസത്തിലാണ്. കാരണം കർക്കിടക മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. പഴയ കാലത്ത് നമ്മുടെ ജീവിതം തന്നെ കൊയ്ത്ത്, മെതിയൽ, അതുപോലെ മറ്റ് കാർഷിക വിഭവങ്ങൾ ഇവയൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഒരു പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഭക്ഷണവും എല്ലാം അങ്ങനെയാണ്. അരി, നെല്ല് സംഭരിച്ച് വെക്കും. വീടുകളിൽ പലതരത്തിലുള്ള പച്ചക്കറി സാധനങ്ങളും സൂക്ഷിച്ച് വെക്കും. ഇവയൊക്കെ തന്നെ അവസാനിക്കുന്നത് ഏതാണ്ട് കർക്കിടക മാസം ആവുമ്പോഴേക്ക് ഇതിനെല്ലാം തീരും. കാരണം ഇത് എടുത്തെടുത്ത് തീരുമല്ലോ. അങ്ങനെ തീരുമ്പം മിക്കവാറും പാതി വയറുമായിട്ടാണ് പിന്നെ മനുഷ്യർ ജീവിക്കുക. ഇന്നത്തെ കാരണവന്മാർ ധരിച്ചു അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഒരു പറ്റിയ മാർഗം എന്താ? അതിനാണ് രാമായണ പാരായണം. ഈ മാസം മുഴുവൻ രാമായണ പാരായണമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഇതുപോലുള്ള വിഷമങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമായി രാമായണം ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ വീടുകളിൽ അമ്മമാർ രാമായണം വായിക്കും. എൻ്റെ അമ്മ നന്നായി രാമായണം വായിക്കുകയായിരുന്നു. അങ്ങനെ രാമായണം വായിക്കുന്ന മലബാറിൽ ഇപ്പം തുടർന്ന് വരിക. രാമായണം മാത്രമല്ല, അവിടെ മുസ്ലിം കുടുംബങ്ങൾ അറബ് രാമായണം വായിക്കുന്നുണ്ട്. രണ്ടും കൂടി അറബിയിലാണെന്ന് മാത്രം, അറബി ഭാഷയിലാണെന്ന് മാത്രം രാമായണമാണ്. അപ്പോൾ രാമായണത്തിന് അത്ര വലിയ പ്രസക്തി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ കാരണം രാമായണത്തിനകത്തെ രാമകഥ തന്നെയാണ്. എഴുത്തച്ഛൻ പറയുന്നത് രാമായണം എന്ന് പറയുന്ന കാവ്യത്തിൽ പറയുന്നത് രാമൻ എന്ന് പറയുന്ന അവതാര പുരുഷനാണെന്നാണ് പറയുന്നത്. ശരിയാണ്, 7ാമത്തെ അവതാരമാണ്. എന്നാൽ മഹാകവി വാൽമീകി അത് രാമായണത്തെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല, അവതാരത്തെക്കുറിച്ച്. പക്ഷേ എഴുത്തച്ഛൻ പറയുന്നതാണ് കുറേ കൂടി ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ലോകത്തിൽ അനീതി നടമാടുന്നുവോ അനീതിയെ ചെറുക്കാൻ വേണ്ടി നന്മയുടെ വഴി നമ്മൾ കണ്ടെത്തണം. അനീതിയെ ചെറുക്കാൻ വേണ്ടി ഉള്ള അവതാരമാണ് രാമൻ. അപ്പോൾ രാമൻ എന്ന അവതാരത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടത്തിയൊരു കാര്യമില്ല. രാമൻ നമ്മുടെ നാട്ടിൻ്റെ നീതിയുടെ കാവൽഭടനായിട്ട് വന്ന ആളാണ് രാമൻ.